എനിക്കൊന്നും പറ്റൂല. ഇല്ലടി, നീ എന്തോ പറയണേ? നീ നല്ല ബെസ്റ്റ് ക്ലയന്റാ എനിക്ക് തന്നെ. വന്ന് കേറുമ്പോ തന്നെ പറഞ്ഞതെന്നറിയോ? എനിക്ക് ശരീരം ഒന്നും അനങ്ങാത്ത വർക്കൗട്ട് തരണേ, ഞാൻ അധികം ഒന്നും അനങ്ങിയിട്ടില്ല. എന്നിട്ട് 1 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കണോ? എനിക്കങ്ങ് വയ്യ. സ്റ്റെപ്പോ? ഒരടി പോലും അത് അവര് നടക്കുന്നില്ല. എനിക്ക് ചീത്തപ്പേരാവും. എനിക്ക് അവര് ട്രെയിൻ ചെയ്യിപ്പിക്കായിരുന്നു. നീ വേറെ ആർക്കും കൊടുക്കും. പിങ്കിയോ? അവള് നാട്ടിൽ പോയിരിക്കുന്നു. അവള് വരുന്നടേ, ഞാൻ വിളിക്കാവേ. ഇവിടെ മൈൻഡ് ചെയ്യാതെ പോണേ? നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നേ? അത് പെട്ടെന്ന് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി. എന്താ അത്യാവശ്യം? അതുണ്ടല്ലോ, എന്റെ ഫ്രണ്ട്സ് 2 പേര് വരും. അതിനെന്ത്? അതിന് പിന്നെ ഞാൻ പിന്നെ ഇവിടെ വേണ്ടേ? നിന്നെ കണ്ടിട്ട് പോകാൻ പറ്റൂ? വേണം. അപ്പൊ വന്നു. ഏത് ഫ്രണ്ട്സാ പറഞ്ഞേ? ഏത് ഫ്രണ്ട്സാ? അത് ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അപ്പൊ നീ അവര് വന്നിട്ട് ഉടൻ പോവും? പോവാതിരിക്കും. എന്തോ ചെയ്യാം, അതൊക്കെ നീ തിരക്കണ എന്തൊരു ദൈവമേ, അതൊക്കെ എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമേ എനിക്കില്ല. ബാത്റൂമിൽ പോവാൻ മുട്ടതാ? എനിക്ക് ഇടുകയാണോ നെയ്യ്? നല്ലൊരു നെയ്യില്ല, വെളിച്ചെണ്ണ ഉള്ളൂ. നല്ലതാണെങ്കിൽ ഇടാം. അളിയോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പിള്ളേര് നേരത്തെ പോലെ പറയുന്നുണ്ടേ, ഈ വേനലവധി കാലത്തെ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒരു 4 ദിവസം പോയി താമസിക്കണം. അതൊന്നും കുഴപ്പമില്ല. അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കെല്ലാവർക്കും കൂടെ പാറവിള ചെന്നിട്ട് പിങ്കിയെയും വിളിച്ചോണ്ട് നമുക്ക് എന്റെ വീട്ടിലോട്ട് പോകാം, പുലിയുടെ വീട്ടിൽ പോകാം. ഒരാഴ്ച നമുക്ക് അവിടെ താമസിക്കാം. എന്താ പറയുന്നു മക്കളെ? നീ എന്താ പറയുന്നത്? അളി എന്താ പറയുന്നത്? അതെ മണിക്കുട്ടാ, സത്യത്തിൽ നല്ല കാര്യമായിരുന്നു. എനിക്ക് പറഞ്ഞ ആഗ്രഹമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരാഴ്ചയൊക്കെ ലീവ് ഒന്നും എനിക്ക് നല്ല തിരക്കിട്ട വർക്കാ, ലീവ് കിട്ടത്തില്ല. വരുന്ന ആഴ്ചയൊക്കെ നല്ല പണിയാണ്. ആണോ? എന്നാ അളിയൻ വരണ്ട. അളിയൻ വരണ്ട. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഒന്നും പറയണ്ട. അളിയൻ വരികയേ വേണ്ട. പറയട്ടെ മണി. അല്ലേ, ഒന്നും പറയണ്ട. അളിയൻ വരണ്ട കാര്യമില്ല. പെങ്ങളെ, നീ വരുന്നുണ്ടോ? വീണ്ടും പിന്നെ എനിക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് മാറിയുന്ന കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. മനസ്സിലായില്ലേ? അവിടെ ഇരുന്നോണ്ട് പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കും, നീ ഇല്ലാത്തോണ്ടൊന്നും ശരിയാവണില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. ഇച്ചിരി 2 ദിവസത്തേക്ക് പോകുമ്പോൾ തന്നെ വിളിച്ചു വെറുപ്പിക്കും. എവിയേട്ടൻ വന്നാൽ ഞാനും വരാം. അല്ല, ഇങ്ങനെയാണ് ഇങ്ങനെ പെൻഷൻ ആയിട്ടെങ്ങാണ് നീ അങ്ങോട്ട് വന്നാൽ വന്നു. സത്യം, എനിക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റും. മണിക്കൂട്ടം എന്നത് കാര്യം അറിയാതെ പറയണേ. ഇവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും വെച്ചില്ല. ഇവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇവിടെയൊക്കെ പിങ്കി എങ്ങനെ വന്നു? ഞാൻ ബസ്സില്. അതെന്ത്? രാമനൊന്നും ഇല്ല അവിടെ കൊണ്ടുവിടാനായിട്ട്? രാമനൊന്നും ഇല്ല. 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാണല്ലോ. അത് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം? എന്റെ 2 ഫ്രണ്ട്സ് വരുന്നു. കൂട്ടുകാര് വരുന്നു. വരട്ടെ. മാമൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ 3-4 ദിവസം അടി വന്നു. മാമ ഇന്ന് പോവല്ലോ അല്ലേ? മാമ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭയങ്കര മഴക്കോളായിരുന്നു. മാമ ഇന്ന് പോണെങ്കിൽ ഇന്ന് തന്നെ ഇറങ്ങണം. ഇന്നല്ല, ഇപ്പൊ തന്നെ ഇറങ്ങണം. മഴക്കോളുണ്ടോ? അല്ല, മഴക്കോളുണ്ട്. ഇറങ്ങിയോ, ഞാൻ ബാഗ് എടുത്തരാം. അല്ല, മഴക്കോളുണ്ടോ? മഴക്കോളുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എനിക്കത് ശരിയാകത്തില്ല. എനിക്ക് മൂടി കെട്ടി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. അത് പണ്ട് പോലെ അങ്ങനെ. ഞാനേ ഒരു കാര്യം ചെയ്യാം. ഞാൻ ബാങ്കിൽ വിളിച്ചേ ഇന്ന് വരുന്നില്ല എന്ന് ലീവ് പറയാം. എന്തിന്? നിന്റെ കൂട്ടുകാരികൾ വരില്ലേ? എന്റെ കൂട്ടുകാരികൾ അച്ഛനെന്താ? അപ്പൊ അച്ഛൻ ഇവിടെ വേണ്ടേ? മക്കളെ കൂട്ടുകാരികൾ വരുമ്പോ അച്ഛൻ വേണ്ടേ ഇവിടെ? ഇവിടെ മനുഷ്യൻ ചാവാൻ കിടക്കുമ്പോ പോലെ അച്ഛൻ ലീവ് എടുക്കും. മോളുടെ കൂട്ടുകാരികൾ വരുമ്പോഴേ ഞാൻ ഒന്ന് വിളിച്ച് പറയാം ബാങ്കിലോട്ട്. എന്തിന്? അല്ല, ലീവ് എടുക്കട്ടെ. നിനക്കെന്താ ലീവ് എടുക്കട്ടെ? എന്റെ കൂട്ടുകാരികൾ വരികയല്ലേ? മുഖം എന്ത് വല്ലാതിരിക്കുന്നേ? വെയിലുണ്ടോ? വെയിലല്ലേ അമ്മ? ദുർമിഷ്ടത അവിടെ. ദുർമിഷ്ടത. അത് പറഞ്ഞു വരും. സന്തോഷമില്ല. പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം അവിടെ? വഴക്കുണ്ടാക്കി അവിടെ? ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് തോന്നുന്നു. നീ ആയതുകൊണ്ട് എനിക്കാ പേടി. അതെ,
ഞാൻ വിളിച്ച് ആര് രാംകുമാർ സാറിന് ലീവ് കിട്ടില്ല ലീവ് കിട്ടി. സാറ് പറഞ്ഞ് 2-3 ദിവസം വേണമെങ്കിലും ലീവ് എടുത്തോളാം. ഞാൻ പറഞ്ഞു വീട്ടില് മോളുടെ കൂട്ടുകാരികളൊക്കെ വരുന്ന അങ്ങനെ തിരക്കാണെന്ന്. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ ഇപ്പൊ പ്രശ്നമില്ല, അടുത്ത ആഴ്ച വലിയ വർക്ക് കൂടുള്ളൂ. അച്ഛന് ഈയിടെയായിട്ട് ഉത്തരവാദിത്വം ഇച്ചിരി കൂടി വരുന്നുണ്ട്. പിന്നെ എനിക്ക് സന്തോഷമായി. ഇവിടെ കൂട്ടുകാരികളുള്ളവരല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നു. സ്പെഷ്യൽ എല്ലാം വേണോ? സ്പെഷ്യൽ ഇനി എന്തോ സ്പെഷ്യൽ കൊടുക്കാനാ? എന്തോ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങ് കൊടുത്തേച്ചാ മതി. സിമ്പിൾ. അല്ല അവരൊക്കെ കേറി വരുന്നല്ലോ. നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടാ, നമുക്ക് വരുമ്പോ നാരങ്ങയുള്ള ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കാം. അതുപോലെ അത് മതി. ഉച്ചക്ക് ബിരിയാണി വല്ലതും ഉണ്ടാക്കിയാലോ? ബിരിയാണി ഇവിടെ ഫ്രണ്ട്സ് അല്ലേ, വല്ല മറ്റേ ടൈഗർ ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിച്ചു. അതായാലും മതി. എന്റെ ഫ്രണ്ട്സ് പാവം. നിനക്ക് എന്താ ഇത് പ്രശ്നം? പോയി കിടക്കുന്നേ എന്താന്നറിയില്ല, തലവേദന. എത്ര യാത്ര ചെയ്തിട്ടൊക്കെ വന്നല്ലേ. ഞാൻ പോട്ടെ. എന്നാ പോയി ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ മാറും. അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അച്ഛന് ജോലിക്ക് പോകുന്നില്ല, മാമ ഒരിടത്തും പോകുന്നില്ല, അമ്മയ്ക്ക് പിന്നെ വേറെ പണിയില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞ 1 മാസമൊക്കെ കഴിഞ്ഞ് പോണമെന്ന് വിചാരിച്ചോണ്ട് വന്നതാ. അപ്പൊ എവളീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 1 മാസം ഇവിടെ തന്നെ നിൽക്കുക. അത് മതി. അവർക്ക് സന്തോഷവും മാമ ഇവിടെ ഉണ്ടെങ്കിൽ. മാത്രമല്ല അളിയൻ പറഞ്ഞ പോലെ നമുക്ക് പുലിനടയിലൊക്കെ പോണ്ടേ? പോണം. അത് ഇവിടെ നിൽക്കാൻ പുലിനടയിൽ പോണ കാര്യം പറയണേ. ഇവിടെ നിൽക്കട്ടെ ചേട്ടാ, 1 മാസം ഇവിടെ കഴിഞ്ഞ് നിന്നാ മതി. 1 മാസം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുലിനടയിൽ. അതല്ല, പിള്ളേരെ കൊണ്ടുപോകുന്ന കാര്യം അളിയൻ പറഞ്ഞില്ലേ? ഇവിടെ നിൽക്കട്ടെ ആദ്യം. കുഞ്ഞു വിഷമിക്കണ്ട, 1 മാസം മാമൻ ഇവിടെ കാണാം. അയ്യോ സന്തോഷായി. പോട്ടെ. അയ്യോ സിൽവർ ഓഫ് ചെയ്തില്ല. മക്കളെല്ലാം കഴിച്ചതെന്തോ? ദൈവമേ, അവര് വന്നു കഴിഞ്ഞാൽ ഞാനിനി എന്തോ ചെയ്യും? മൊത്തം കുളമാവും. ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു ഐഡിയ കിട്ടണമില്ല. എന്താണ് ആലോചന? വന്നപ്പം തൊട്ടേ തുടങ്ങിയതാണല്ലോ. കഷ്ടമല്ലത്. ഇത് മനുഷ്യന് ഇവിടെ ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഈ വീട്ടില്. സ്വാതന്ത്ര്യം ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷെ കുറെ നേരം ആയല്ലോ. കാര്യം എന്തെന്ന് പറ. അതെ, നീ ഇങ്ങനെയാണെന്ന് ടെൻഷൻ അനുഭവിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. എന്തോ കാര്യം? ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ? ഫ്രണ്ട്സിന്റെ എന്ത് കാര്യം? ഫ്രണ്ട്സിന് എന്ത് കാര്യം? ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. ഫ്രണ്ട്സിന്റെ എന്ത് കാര്യം റിങ്കി? 1 മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു പോയ നീ പെട്ടെന്ന് തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. ആ കാര്യമുണ്ട്. ഫ്രണ്ട്സ് വരുന്നു, നമ്മള് ഫ്രണ്ട്സിനെ കാണുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. ഡി, എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നീ കാര്യം പറ. കാര്യമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഡി, ഞാൻ ആടുത്തും പറയില്ലടി. ഞാൻ നിന്റെ ഉത്തമയായിട്ടുള്ള ചേച്ചിയായിരിക്കും. സത്യം. ഉറപ്പാണോ? പിന്നെ ഉറപ്പ്. ഞാൻ അടുത്ത് പറയില്ലല്ലോ. കയ്യങ്ങ് നീട്ടി ഞാൻ വേണമെങ്കിൽ സത്യം ചെയ്ത് തരാം. പറയട്ടാ, അടുത്ത് പറയല്ലേ. അതെ ചേച്ചി, എന്റെ ഫ്രണ്ട്സ് വരാൻ പോവാണല്ലോ. അപ്പൊ ഞാൻ അവരുടെ അടുത്തേ കുറച്ചധികം ഒന്ന് നമ്മുടെ ഈ വീടിനെ പറ്റിയും നമ്മുടെ ഈ സിറ്റുവേഷനെ പറ്റിയിട്ടൊക്കെ ഒന്ന് തള്ളിയായിരുന്നു. തള്ളിന്ന് വെച്ചാ വേറൊന്നുമല്ല, നമുക്ക് വലിയ വീടാണ്, കൊറേ നിലയുണ്ട്. വലിയ വീടാണല്ലോ. വലിയ വീടൊക്കെയാണ്, പക്ഷെ ഒരുപാട് നിലയുണ്ട്. ഒരു 4-5 നിലയുണ്ട്. എന്നിട്ട് ആ 4-5 നിലയുടെ നമുക്ക് പോകണമെങ്കിൽ സ്റ്റെപ്പൊന്നും കയറണ്ട. നമുക്ക് ഒരുപാട് ലിഫ്റ്റ് ഉണ്ട്, അപ്പുറത്തൊക്കെ ലിഫ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ നമ്മുടെ അച്ഛൻ വലിയ ബിസിനസ്മാനാ. അതുകൊണ്ട് തന്നെ ഈ ആപ്പ വണ്ടിയിലൊന്നും പോകത്തില്ല, ബെൻസിലേ പോവുള്ളൂ. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻസിലാ പോകുന്നതും വരുന്നേക്കെ. ഒരാക്രി വണ്ടിയുണ്ട്. ഞാൻ ഒന്നും പറയണില്ല. എടി പൊങ്ങച്ചക്കാരി, നീ തള്ളുമ്പം നോക്കിയും കണ്ടും തള്ളിക്കൂടെ എടി? ഞാൻ അറിഞ്ഞില്ലടി അവരിപ്പൊ ഇങ്ങോട്ട് വരുമെന്ന്. എന്നാലും നീ ഇത്ര വേണ്ടായിരുന്നു. എന്തായാലും ഇത് അമ്മയടുത്ത് പറയാം. ഞാൻ ഇങ്ങനെയല്ലേ ഇട്ടത്? അതെ,
അതെ ഇവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. പറയട്ടെ? പറയടി. മിണ്ടായിരടി, ഞാൻ പറയടി. ഞാൻ ഇന്ന് എല്ലാ കളത്തിനും ഞാൻ മതിയാക്കി തരാം. അവള് പറയട്ടെ. പറ. ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വരുള്ളൂ എന്ന് പറഞ്ഞല്ലേ ഇവള് പോയത്. പക്ഷെ ഫ്രണ്ട്സിന്റെ കോള് വന്ന് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ അതെല്ലാം കളഞ്ഞിട്ട് അവൾ ഇവിടെ വരുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഫ്രണ്ട്സിനെ കാണാൻ. അല്ല അല്ല, ഭയങ്കരമായിട്ട് അവള് പേടിക്കുന്നുണ്ട്. അത്ര മാത്രം തള്ളി വെച്ചിരിക്കുകയാണ് അവള്. ആരോട് തള്ളി? ഫ്രണ്ട്സിനോട്. എന്തോന്ന് ഞാൻ പറയാം. നമ്മുടെ വീടുണ്ടല്ലോ, 4 നില വീടാണ്. 4 നില. 4 നില മാമ, 4 നില. പിന്നെ ആ സൈഡിലുണ്ടല്ലോ, ആ കാണുന്ന അങ്ങ് ബാക്കില് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് നമുക്ക്. പിന്നെ അച്ഛന്റെ ഈ ആക്രി വണ്ടി ഉണ്ടല്ലോ. അല്ലല്ല, ആക്രിയല്ല, ബെൻസ് ആണ്. പിന്നല്ല ഓട്ടയാ. പിന്നെ അച്ഛനുണ്ടല്ലോ, വലിയൊരു ബിസിനസ് മാൻ ആണ്. അത് മാത്രമല്ല, നമ്മുടെ വീട് 4 നിലയാണല്ലോ. അപ്പൊ അതില് കേറാൻ സ്റ്റെപ്പൊക്കെ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ലിഫ്റ്റുകളൊക്കെ നിറച്ചു വെച്ചിരിക്കുക. 2 അപ്പുറത്തും. അയ്യോ, അത്രയല്ലേ ഉള്ളൂ. ഇനി വേറെ വല്ലതും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇനി നമ്മളെ പറ്റിയൊക്കെ വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ പറ്റി ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തോന്നാണാവോ ഒന്ന് അറിഞ്ഞാ വലിയ ഉപകാരമായിരുന്നു. അത് പിന്നെ അമ്മയെ പറ്റി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അമ്മ വലിയൊരു ഫാഷൻ ഡിസൈനറാ. അപ്പൊ അമ്മയ്ക്ക് 4 ടെക്സ്റ്റൈൽസ് ഉണ്ട്. മാമാട്ടി ടെക്സ്റ്റൈൽസ്. മാമാട്ടി. നിങ്ങൾ 5 പേര്. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് പേരാ. ഇനി വേറെ പിന്നെ അച്ഛനെ പറ്റി പറഞ്ഞല്ലോ. അച്ഛൻ വലിയ ബിസിനസ് മാനാണ്. ബെൻസ് ഒക്കെ ഉണ്ട്. ഇവളെ പറ്റിയാ? മാമനെ പറ്റി പറയാതിരിക്കോ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവള് എപ്പോഴും അവളുടെ മാമനെ പറ്റി ഭയങ്കര തള്ള. വക്കീലാണ്, അതാണ് ഇതാന്നൊക്കെ. അപ്പൊ തന്നെ ഞാൻ മാമനെ പറ്റി പറഞ്ഞങ്ങ് അടിച്ചിറക്കി. മാമൻ ശ്രദ്ധിച്ചോട്ടോ എല്ലാരും. തഹസിൽദാർ. ഒന്നുകൂടെ പറയിപ്പിക്കില്ല, പാടാ. തഹസിൽദാർ. ഇരിപ്പതിനുണ്ടല്ലോ. അത് വലിയ ജോലിയൊന്നും അല്ലടി. ഇച്ചിരൂടെ മേളി പറയായിരുന്നു. ഒരു IG ആന്നോ DGP ആന്നോ ADGP ആന്നൊക്കെ പറയാം. അയ്യോ, അത് കണ്ടും കൂടെ തോന്നണ്ടേ? എങ്ങനെ കണ്ടാലോ അതൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കും. പെങ്കൊച്ചെ, നിനക്ക് എന്തിന്റെ കേടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്? കുറവാണ് നിനക്ക്. കള്ളമൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഒരു രസം. അത് പിന്നെ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ കുറെ വന്നിട്ട് എന്റെ അടുത്ത് കുറെ തള്ളു. അപ്പൊ എനിക്കും തിരിച്ചെന്തേലും പറയണേ. ഞാൻ അറിഞ്ഞ അവരെല്ലാരും കൂടി കുട്ടി പറിച്ച് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. തള്ളുമ്പോ ഉള്ള കാര്യം വേണം പറയാം. ഇല്ലാത്ത കാര്യം ഇല്ലാണ്ടെങ്കിൽ പറയേണ്ടത്. വരുമ്പോ എല്ലാം പൊളിഞ്ഞോളല്ലോ. ഒരു കാര്യം ചെയ്യ്, വരുമ്പോഴേ കാറ് വിറ്റെന്നങ്ങ് പറഞ്ഞു. ഇനിയെങ്കിലുമേ ഉള്ളത് വെച്ച് തള്ളണം, അല്ല ഇല്ലാത്ത വെച്ച് തള്ളരുത്. തള്ളാം. പക്ഷെ നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യണം എനിക്ക്. എന്തോ ഹെൽപ്പ് ചെയ്യേ? അവര് വരുമ്പോ എന്റെ കൂടെ നിങ്ങൾ നിക്കണം. കണ്ട മനസ്സിലാർക്ക് കാര്യങ്ങളൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ കൊണ്ട് കള്ളം പറയാൻ പറ്റില്ല. പിന്നെ നേരത്തെ ബെഞ്ച് വിറ്റെന്ന് പറയാൻ പറഞ്ഞത്. അതപ്പൊ വേണ്ട, ഞാൻ കള്ളം പറയില്ല. അങ്ങനെ പറയരുത്. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുടുംബക്കാര് കൂടെ നിൽക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ ഉള്ളതുപോലെ പറയും. അതാണ്. അമ്മ കൊള്ളാമ്മ. അച്ഛനോട്ടുണ്ടായ മുളല്ലേ അമ്മ ഞാൻ. കുഞ്ഞൊരു പാലുകുപ്പി എടുത്ത് അവിടെ വായിലോട്ട് വെച്ചു കൊടുക്കണേ. എന്തായാലും എന്നെ ഇതിനൊന്നും കിട്ടില്ല. ഞാൻ പാര വെക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ സപ്പോർട്ടും പ്രതീക്ഷിക്കണ്ട കേട്ടല്ലോ മക്കളെ. ശരിയേ, ഞാൻ പോണു. നിങ്ങൾ എങ്ങനെയാ ഡീൽ ചെയ്തോളി. അയ്യോ അമ്മ, അച്ഛാ അച്ഛന്റെ കൂടെ നിക്കണം. നിന്നേ പറ്റുള്ളൂ. കാരണം അച്ഛന്റെ പാട്ട വണ്ടിയാണ് ഞാൻ ബെൻസാക്കിയിരിക്കണത്. എന്തിനും മക്കളെ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞത്? ശരിയാവൂല ഇങ്ങനെ. ഞാൻ പോണു, എനിക്കറിഞ്ഞൂടാ. അയ്യോ അച്ഛാ, എനിക്കറിഞ്ഞു. ആരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്താലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നീ എന്നെ സപ്പോർട്ട് ചെയ്യില്ല? ഇല്ല, ഞാൻ വിളിച്ചു പറയും. അവര് വരട്ടെ. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. ആകെ കൂടെ 4-3 പേര് ചേർന്നിട്ട് 7 പേരുള്ള ഒരു 7 പേര് ക്ലൈൻസ് ആയിട്ടും 2 ഉണക്ക ഡംബിൾസും മഴ പെയ്താ ചോരുന്ന ഒരു വൃത്തികെട്ട ജിമ്മും കൂടെ ഉള്ള നിന്നെ ഞാൻ IPS ട്രെയിനർ ആക്കിയിരിക്കും. ആരടി പറഞ്ഞ മഴ പെയ്ത ചോർന്ന് ഒഴുകുന്ന എന്റെ ജിമ്മ് ഹൈടെക് ആണ്. ഹൈടെക്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അവര് വരുമ്പം നിന്റെ ഈ കളത്തിനും എല്ലാം ഞാൻ പൊട്ടിക്കും. എന്തേ എടി, ഇത് വായിച്ച് മിണ്ടായിരിക്കാൻ പറ്റൂടി നിനക്കൊന്ന്? ഇല്ലടി, ഞാൻ നിന്റെ കൂടെ മിണ്ടാതെ ഇരിക്കുന്ന പ്രശ്നമില്ല. നിന്റെ കൂടെ നിക്കാനും പോകണ്ട, ഇരിക്കാനും പോകണ്ട. ഇതെന്ത് ഇവിടെ റൂമായിട്ട് പൂട്ടിയാലോ പോവാനേ? മാമാ, മാമ എന്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മാമനെ ഞാനൊരു മാമനായിട്ടല്ല,
പിന്നെ എന്റെ മാതുലിനായിട്ടാണ് കണ്ടിരിക്കുന്നത്. മാതുലിനും അല്ല, എന്റെ അമ്മാവൻ, പുലിത്തട വീട്ടിലെ പുലിക്കുട്ടി. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് തള്ളിയിട്ട് മാമനിപ്പ എന്റെ അടുത്ത് കാണിക്കുന്ന എന്തോ. അങ്ങനെയൊന്നും ഒരു മരുമോളുടെ അടുത്ത് ഒരു മാമനും കാണിക്കാൻ പാടില്ല. മാമൻ നിന്റെ കൂടെ നിൽക്കാവടി. നിക്കൂ. പക്ഷെ ഒരു കണ്ടീഷൻ. കണ്ടീഷനോ? ചെറിയ മാറ്റം വരുത്തണം. എന്ത് മാറ്റം? അതായത് ഇപ്പൊ നീ തഹസിൽദാരാന്നല്ലയോ പറഞ്ഞേക്കുന്നത്, അതൊന്ന് IG ആക്കണം. പറ്റുമോ? അതിപ്പോ എങ്ങനെ മാറ്റി പറയൂ? എടിയത് ഇത്രയും കാര്യങ്ങൾ ഈ കുഞ്ഞു പ്രായത്തിൽ നീ ഇതുപോലൊക്കെയുള്ള തള്ളു പറഞ്ഞൊപ്പിക്കാമെങ്കിൽ ഈ നിസ്സാരമായിട്ടുള്ള കാര്യം ഒരു അമെന്റ്മെന്റ് വരുത്തിയാ പോരെ. തഹസിൽദാരല്ല, ഇപ്പൊ IG ആന്ന് പറഞ്ഞ പോരെ. അങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെ പറ്റും. പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റുമോ? നിക്കാം. ഞാൻ പറയാം. മാമൻ കൂടെ ഉണ്ടോ? താങ്ക് യു, വളരെ നന്ദിയുണ്ട്. കേറി വാ. ഹായ്. Hi, sir. വാട്ട് ഈസ് യുവർ നെയിം? Yasmin. വാട്ട് ഈസ് യുവർ നെയിം? Josie. ഹൗ ഓൾഡ് ആർ യു? I'm fine. Thank you, sir. ഹൗ ആർ യു? ഫൈൻ. നോക്കല്ലേ? ഞാൻ വീട്ടുകാരൊന്നും പരിചയപ്പെടുത്തില്ലല്ലോ. പരിചയപ്പെടുത്താം. ഇത് എന്റെ അമ്മ. അമ്മ വലിയ ഫാഷൻ ഡിസൈനൊക്കെ ആണെങ്കിലും അതിന്റെ ചാടിയൊന്നുമില്ല. അതാ ഇങ്ങനെയൊക്കെ നല്ല വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങോട്ട് മാറിക്കും. ഇതാണ് എന്റെ അച്ഛൻ. അച്ഛൻ വലിയ ബിസിനസ് മാനാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ? പിന്നെ ഇത് എന്റെ ചേച്ചി. ചേച്ചി വലിയ സംഭവമാണ്, പറഞ്ഞല്ലോ അല്ലേ? ഓർമ്മയുണ്ടല്ലോ? അതെ, പഠിക്കും. IPS മറന്നു, പേടിയാവുന്നു. ഇതാണ് എന്റെ മാമൻ. ഞാൻ ഒന്ന് പറഞ്ഞില്ലേ മറ്റേ അയ്യോ മറന്നേ. നാക്കുളിക്ക് അതല്ല IG. ഏത് ജില്ലയിലാ സർ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജില്ലയൊന്നുമില്ല. എല്ലായിടത്തും പോവാ. IGM കുട്ടൻ. എന്ത്? IGM കുട്ടൻ. ഇനിഷ്യൽ IG ഇനിഷ്യൽ. ഓക്കെ, ശരി. Take it easy. എന്ത്? ഹലോ, IGM കുട്ടൻ സ്പീക്കിംഗ്. വെടിവെപ്പോ? ആകാശത്തോട്ട് വെടിവെച്ചാ മതി. ഓക്കെ. അതെ, ടിയർ ഗ്യാസ് ഉണ്ടെങ്കിലേ ഒരു 10 പൊട്ടിച്ചേരെ. ഓക്കെ ആയിക്കോട്ടെ. IG പ്രശ്നങ്ങളല്ലേ മമ്മി കുടിക്കാൻ അങ്ങനെ പറയരുത്. ഇത് ഭയങ്കര ടെൻഷനുള്ള ജോലിയാണ്. എപ്പോഴും പോലീസ് എന്ന് പറയുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും വെടിവെപ്പും ടിയർ ഗ്യാസും ജലപീരങ്കിയും ഒക്കെയാ. ഇപ്പൊ ആൾക്കാർ കുളിക്കാൻ വരെ ജലപീരങ്കിക്ക് അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ചെലവാ പോലീസില്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട്. എന്തിനു പോകാനാണ് ഇനി ഭാവിയിൽ? IPS പോകാൻ പരിപാടിയുണ്ട്. ജ്യൂസ് കുടി. ഞങ്ങൾക്ക് വേണ്ട. ഇല്ല, നമുക്കില്ല. ഇവിടെ എല്ലാരും ഡയറ്റിലായതുകൊണ്ട് ഷുഗർ അതുകൊണ്ടാ. കുടിക്ക ജാസു, മധുരൊക്കെ നന്നായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വയറിന് പ്രശ്നമൊന്നും വരത്തില്ല. ജോസിക്ക് മധുരം വേണോ? കുറച്ചുകൂടെ. അത് സ്പെഷ്യൽ മാംഗോസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എക്സോട്ടിക് മാംഗോസ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുവേ. അപ്പൊ അത് എല്ലാ സീസണിലും ഞങ്ങളുടെ ഫ്രീസറിൽ ഇങ്ങനെ പ്യൂരി ആക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഗസ്റ്റ് വരുന്ന സമയത്ത് മാത്രം ഞങ്ങൾ അതൊരു ക്രഷ് ചെയ്ത് കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട്. കുടിക്കട്ടെ മോള്? കുഴപ്പമൊന്നുമില്ല, കുടിച്ചു. ഇത്രയും കേട്ടപ്പോ പേടിച്ചു കുടിച്ചു.
അന്ന് അത് കാണിച്ചു തരാന്ന് പറഞ്ഞു ആ സാധനം. എന്തോന്ന്? അല്ല ഒരു ഒട്ടക പക്ഷി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നീ. ഞാനൊക്കെ ഈ സൂയിലാണ് കണ്ടിട്ടുള്ളത് ഒട്ടക പക്ഷിയൊക്കെ. ഞാനും അത്രയേ ഉള്ളൂ. ഇവിടെ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു അങ്കിൾ. ഇവിടെ ഉണ്ടെന്നാ? അതെ. മക്കളെ ഇനി ഇവിടെ ഒട്ടകപ്പക്ഷി മാമനെയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ പോത്ത് പൊക്കോള ജീവി മാമനാണല്ലോ മിക്കവാറും മാമനെ തന്നെ. കൊളമൊക്കല്ലേ പറ. നാലെണ്ണം ഉണ്ട് എന്റെ കുടുംബത്ത്. പക്ഷെ കോഴി വസന്ത വന്ന് ചത്തു. കോഴി കോഴി കോഴിയാ? അല്ല ഒട്ടക വസന്ത. ഒട്ടക വസന്ത ചള. അയ്യോ അവന്റെ ഒരു തമാശ. പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ശരി പോവാല്ലേ? അല്ല നിങ്ങള് സത്യത്തില് ഞങ്ങക്ക് നിങ്ങള് പണക്കാരെന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരാൻ മടിയായിരുന്നു. പിന്നെ അമ്മ അച്ഛനൊക്കെ കണ്ടപ്പോ എല്ലാരും ഇഷ്ടായി. അതാ ഞങ്ങള് പണക്കാരാണെങ്കിൽ അതിനുള്ള അഹങ്കാരമൊന്നും ഇല്ല. വളരെ സിമ്പിൾ ആണ്. മക്കളെ ഞാൻ ഒരു കാര്യം പറയാം. എന്താ ഇവള് നിങ്ങളടുത്ത് പറഞ്ഞൊക്കെ ചുമ്മയാണ്, കള്ളമാണ്. ചുമ്മാ ഇരികളെ ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടാ. എനിക്ക് BMW ബെൻസും ഒന്നുമില്ല. അതുപോലെ തന്നെ ഇയാളുണ്ടല്ലോ ഇവളുടെ മാമൻ ഇങ്ങനെ തഹസിൽദാരൊന്നും അല്ല, IG അല്ല. പിന്നെ ഞാനാണെങ്കിൽ അച്ഛനാണെങ്കിൽ സാധാ ഒരു ബാങ്ക് മാനേജറാണ്. പിന്നെ ഞാൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണ്. പിന്നെ ജിമ്മിലെ ട്രെയിനറും ആണ്. പിന്നെ എന്റെ അമ്മ ഫാഷൻ ഡിസൈനർ ഒന്നും അല്ല, ഹൗസ് വൈഫാണ്. അതെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എന്ത് അതെന്താ പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടാവാതിരിക്കാൻ വേണ്ടി ഇവൾ അതൊക്കെ പിന്നെ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അങ്ങ് കൂടി കള്ളം പറഞ്ഞു. അതെ എന്താണ് വർത്താനൊക്കെ പറഞ്ഞോടെ ഇരിക്കായിരുന്നല്ലേ? ഞാനവിടെ ഇത്തിരി തിരക്കിലായി പോയി കേട്ടോ. ബിസിനസിന്റെ ഒക്കെ ഫോൺ കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പോവാൻ പറ്റാത്തത് കൊണ്ടേ. എനിക്കേ നിങ്ങൾ ഡ്രസ്സൊക്കെ എവിടുന്നാ മേടിക്കുന്നേ? റെഡിമെയ്ഡ് ആണല്ലേ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ ഷേപ്പിനും സൈസിനും ഒക്കെ അനുസരിച്ച് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരുന്നു. എനിക്കിവിടെ സിറ്റിയിൽ 4 ഡിസൈനർ ബുട്ടീക്സ് ഉണ്ട്. ബോളിവുഡിലെ ഒരു സെലിബ്രിറ്റീസ് ഒക്കെ എന്റെ അടുത്ത് നിന്നാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. മണിക്കുട്ടി ഇനിയിപ്പോ കൂടുതൽ തള്ളണ്ട, എല്ലാം പൊളിഞ്ഞ് പൊളിഞ്ഞു. ഇനി അമ്മയുടെ പൊങ്ങച്ചം കൂടി അവർക്ക് താങ്ങാനുള്ള ശേഷിയില്ല. എല്ലാ ആന്റി കുഴപ്പമില്ല. ആന്റിനെ എത്ര തള്ളിയാലും ഇല്ലെങ്കിലും ഇവിടെ എന്നാ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അതത്രേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളുടെ ഓരോരോ തമാശകളാണ് ഞങ്ങള്. സോറി മമ്മി.